വെറുതെയാണ് നാട്ടിലുള്ളവരൊക്കെ രാജ്യം വിട്ടു പോണത്. ഇത് തന്നെ കാരണം. എന്നുവെച്ചാ ജോലി കിട്ടുന്നതിന് മുമ്പേ കുറച്ച് കട ഉണ്ടായിരുന്നുള്ളൂ. ജോലി കിട്ടിയപ്പം ഇരട്ടി കടയായി. അതെന്ത് കളിയാണിത്? കടം വാങ്ങുന്നു, ജോലി എടുക്കുന്നു, കടം തീർക്കുന്നു, റിപ്പീറ്റ്. അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ സർവേ പ്രകാരം എന്താ പറയുന്നത് അറിയോ? ഏറ്റവും കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളും ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ആളുകളും ഇന്ത്യയിലുള്ളത്. അതല്ലേ? കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലേ 51.4% ആളുകൾ 49 മണിക്കൂർ കൂടുതൽ ഒരാഴ്ച പണിയെടുക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചാൽ അതുമില്ല. അവസ്ഥയല്ലേ? അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്തോനേഷ്യയും ഇറാനും ആണ് തൊട്ട് അടുത്ത സ്ഥലങ്ങളിലുള്ളത്. പക്ഷെ അവർ 43 മണിക്കൂർ കൂടുതൽ പണിയെടുക്കുന്നുണ്ട്. അതിലുള്ള മെച്ചം അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇന്ത്യയെക്കാളും മെച്ചപ്പെട്ട ഒരു സാലറി സിസ്റ്റം അവർക്കുണ്ട്. സംഭവം ശരിയാണ്. 7,000-നും 10,000-നൊക്കെ പണിയെടുക്കുന്ന എത്ര ആളുകളുണ്ട് അറിയോ? ഇത് ഈ മിനിമം വേജ് ആക്ട് മറ്റേത് മറിച്ചെന്നൊക്കെ പറയില്ലേ? ചില സമയത്ത് എനിക്ക് തോന്നും അതൊക്കെ വെറും പ്രഹസനമാണെന്ന്. ഇല്ലേ? അത് ഈ പേപ്പറിൽ ഒതുങ്ങി പോകുന്ന ചില നിയമങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഈ മിനിമം വേജ് ആക്ട് എന്നൊക്കെ പറയുന്ന സംഭവം എല്ലായിടത്തും പ്രാബല്യത്തിൽ വരുന്നുണ്ടോ? 10,000-നും 10,000-നും പണിയെടുക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ?